നമുക്കിന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു റെസിപ്പി തയ്യാറാക്കിയാലോ. 250 ml കപ്പിന് 3/4 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കാം. അതിനുശേഷം വെള്ളത്തിലേക്കിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം തിളച്ച് വരുമ്പോൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നന്നായി ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ നിന്ന് നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം 150 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഉരുക്കിയെടുത്തതിന് ശേഷം തിളച്ച് വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. 1.5 കപ്പ് വെള്ളത്തിലാണ് ശർക്കര പാനിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൗവരി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. 3 ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പാലിൽ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ടയൊന്നും കെട്ടാതെ. അതിനുശേഷം ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് കുറുകി കിട്ടും. ഇതുപോലെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്